കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് നിന്നും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഒരു CPM നേതാവിൻ്റെ പ്രസംഗം ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട്. അതിലെ അധിക്ഷേപ പരാമർശം അത് വെച്ചിട്ടാണ് അത് വൈറലാകുന്നത്. അതിൽ പറയുന്നത് മലബാറിൽ നിന്നുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള അധിക്ഷേപ വർത്തമാനമാണ്. കൊട്ടാരക്കരയിലെ CPM ഏരിയ സെക്രട്ടറി PK ജോൺസൺ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം അവിടുത്തെ LDFിൻ്റെ യോഗത്തിലായിരുന്നു. LDF യോഗത്തിലായിരുന്നു അവിടുത്തെ പഞ്ചായത്തിൽ നടന്ന ഉമ്മന്നൂർ പഞ്ചായത്തിൽ നടന്ന LDF യോഗത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം. ഈ UDFിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പോയത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം മലബാറിൽ നിന്നുള്ളവരുടെ വരവ് കാരണം മന്ത്രിമാരുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മലപ്പുറം, കാസർഗോഡ്, മലബാർ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ അവിടെ ബസ് പിടിച്ച് വന്നിറങ്ങുന്നു. ഇറങ്ങി ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ 1-2 ആഴ്ച അവിടെ താമസിച്ച് കാര്യങ്ങളൊക്കെ സാധിച്ച് തിന്ന് കുളിച്ച് മുടിച്ച് പിന്നീട് അദ്ദേഹം പിന്നെ പറയുന്നത് ബാക്കി ഞാൻ പറയുന്നില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കടുത്ത വിമർശനം കൂടിയിട്ട് ഉന്നയിക്കുന്നുണ്ട്. വിവിധ വകുപ്പുകൾക്കെതിരെയും പറയുന്നുണ്ട്. മുമ്പ് തിരുവനന്തപുരത്തെ 5 സ്റ്റാർ, 4 സ്റ്റാർ, 3 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ ഏത് സമയത്തും റൂമുകൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. 6 മാസം മുമ്പ് വരെ അല്ല അടുത്ത 6 മാസത്തേക്കൊക്കെ വരെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ ഇത്തരത്തിൽ UDFകാരെ കൊണ്ടിട്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാർ മാറി UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നപ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന വിമർശനങ്ങളേറെ. ഈ 10 വർഷം കൊണ്ട് ഇവർ കേരളത്തെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഖജനാവിനെ കട്ടുമുടിക്കുന്ന രീതിയിൽ കൂടിയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന. മലബാറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മലപ്പുറത്തെ കുറിച്ചിട്ട് മുമ്പ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹിക നേതാക്കളൊക്കെ പറയുന്ന വിദ്വേഷ പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സമയത്താണ് CPMൻ്റെ ഒരു ഏരിയ സെക്രട്ടറി കൂടി ഇത്തരം ഒരു പരാമർശം നടത്തുന്നത്. അതിലേക്കാണ് പ്രൊഫസർ ആ പ്രസംഗം കേട്ടിരുന്നു. ഏരിയ സെക്രട്ടറി പറയുന്നത് മുമ്പൊക്കെ CPMൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെ ഏരിയ സെക്രട്ടറി വരെയുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊരു രാഷ്ട്രീയ സൂക്ഷ്മത ഉണ്ടാകുമായിരുന്നു ബാക്കിയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ അല്ല അവരുടെ സംസ്കാരത്തേക്ക്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് CPMകാർ RSSന് അനുകൂലമായ രീതിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ വരെ പലപ്പോഴായിട്ടുണ്ടാകുന്നുണ്ട്. ഇല്ല, ഇതിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അറിയാം, ഇത്രയും സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസംഗം നമുക്ക് എങ്ങനെയാണ് സങ്കല്പിക്കാൻ കഴിയില്ല ഒരു CPM നേതാവിൽ നിന്ന്. ഒറ്റ കാര്യം തന്നെ തിരിച്ച് ചോദിച്ചാൽ മതി, അത് എവിടെ വന്നു എന്ന് തോന്നുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റ് എവിടെ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. MV ഗോവിന്ദൻ പിന്നെ തിരുവനന്തപുരത്തേക്ക് വരണോ വരണ്ടയോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. പിണറായി വരണോ വരണ്ടയോ? പിന്നെ ആരാണ് CPMൻ്റെ ഏത് നേതാവാണ്, ഏത് പിന്നെ ലെവലിലുള്ള ആളുകളാണ് പിന്നെ വന്നുകൂടാത്തത് മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്? വളരെ നിസ്സാരമായി നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുക, സഹതാപം തോന്നുന്ന തരത്തിലുള്ള കമൻസാണ് ഇത്തരം ആളുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഇപ്പോൾ അത് നമ്മൾ ആ കേട്ട ഇത് മാത്രം വെച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്ന കാര്യം ഇവർ പൊതുവിൽ തന്നെ സംഘീവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. പൊതുവിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അടിസ്ഥാന ആശയത്തിൽ അതാണ് നമ്മൾ ഈ തോട്ട് പ്രോസസ്സ് എന്നുള്ളത്, നമ്മൾ ചിന്താഗതിയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു 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 പിന്നെ സംസാര രീതിയൊന്നും അങ്ങ് വരില്ല. ഒരാളുടെ അത് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു പോവുകയാണ്. ഇപ്പോൾ മലബാറിലുള്ള ആളുകളെക്കുറിച്ച് എന്തോ അവർ പൊതുവെ തീറ്റപ്രിയന്മാരാണ്, പൊതുവെ ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടുന്നവരാണ് എന്നൊരു ഇമേജ് ഏതോ തലത്തിൽ അവരുടെ ഉള്ളിലാണ്. ഇതിൽ തന്നെ പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താ? കോൺഗ്രസ്സുകാർക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പോകുന്നവരൊക്കെ ആരാണ്? ലീഗുകാരാണ്. അപ്പോൾ ലീഗ് എന്നുള്ള ഒരു സാധനത്തിലേക്കാണ് അത് പോകുന്നത്. ഈ മലബാറിനെയും ലീഗിനെയും പ്രാദേശികമായി ആ നിലയ്ക്കും വംശീയമായി ഒരു മുസ്ലിം പിന്നെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയെയുമാണ് ഈ ഫോക്കസ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം തിന്നുകുടിച്ച് അവിടെ അടിഞ്ഞുകൂടാൻ വേണ്ടി അവിടുന്ന് പിന്നെ ലീഗിൻ്റെ ആൾക്കാരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലാതെ വേറെ ഒന്നുമല്ല. അത് നമുക്ക് പിന്നെ കേട്ടവർക്ക് അത് മനസ്സിലാവുകയൊന്നുമില്ല. വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സമീപനം എന്തുകൊണ്ടാണ് ഒരു CPM ഏരിയ സെക്രട്ടറി ലെവലിൽ വരെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് ഈ പാർട്ടി തന്നെയാണ് ആലോചിക്കേണ്ടത്. ആരെങ്കിലും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയോ അത് ശരിവെക്കുകയോ ചെയ്യുന്ന ഒരാൾ CPMൻ്റെ ഉന്നത നേതൃത്വത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇതിപ്പോൾ ഒരാളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ പല തവണയായിട്ട് നമുക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ ഈ പാർട്ടിയുടെ ഈ പിന്നെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി ലെവലിലുള്ള ആളുകൾ വേറെ തരത്തിൽ മന്ത്രിമാരുടെ വരെ ഉണ്ടായല്ലോ. സജി ചെറിയാൻ എന്താ പറയുന്നത് മലപ്പുറത്ത് ജയിക്കുന്ന ആളുകളുടെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ വർഗീയതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്.
എങ്ങനെയാണ് ഒരാൾക്ക് ഒരു CPM-ൻ്റെ ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ അത്രയ്ക്ക് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ, അതിനു മുമ്പൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. 10 വർഷത്തിനിടയിൽ ഇതൊരു ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പൊളിറ്റിക്സ് കുറേയൊക്കെ ഒരു എന്താ പറയുക, ഒരു മലബാർ ഫോബിയ, ഒരു ഇസ്ലാമോഫോബിയ ലെവലിലുള്ള സംഗതികൾ ഇവരുടെ പാർട്ടി ഘടകങ്ങളിലും അണികളിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാര്യം സംശയം ഒന്നും തന്നെയില്ല. നമുക്ക് അതെന്തുകൊണ്ടാണ് ഇപ്പോൾ മതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ വർഗീയതയായിട്ട് കാണുന്ന ഒരു സമീപനം ഇവർക്ക് വന്നു കഴിഞ്ഞു. മതം എന്നുള്ളത് എന്തോ വർഗീയമായ സംഗതിയാണെന്നുള്ളത് CPM ഇപ്പോൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ശരിക്കും അവരുടെ കൺസെപ്റ്റിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു രാഷ്ട്രീയ സമീപനത്തിലോ അതൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇതല്ലാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. മതം എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. ഏത് മതം, അതിപ്പോൾ എന്താ പറയുക, അവർ ഉൾക്കൊള്ളുന്ന ഒരു മതത്തെക്കുറിച്ച് അവർക്ക് അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. അതിന് പുറത്തുള്ള ഒരു മതത്തെക്കുറിച്ച് ആണ് അവർ തന്നെ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻറ്റേർണൽ മെക്കാനിസം വർക്ക് ചെയ്യുകയാണ് ഈ നേതാക്കളിലും അണികളിലും ഒക്കെ തന്നെ. അപ്പോൾ അത് CPM ആണ് തീരുമാനിക്കേണ്ടത്. ഈ നിലയിൽ ഇതിങ്ങനെ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സ്ക്രൂട്ടിനി ഇക്കാര്യത്തിൽ നടക്കുകയും അവരത് ഇപ്പോൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം വിലയിരുത്താൻ അടുത്ത മാസം വിശാലമായ ഇത് ചേരുകയാണല്ലോ, സംസ്ഥാന കമ്മിറ്റി ചേരുകയാണല്ലോ. അവർ ചിന്തിക്കേണ്ടത് എന്താണ് എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. അതിൽ എന്താ പറയുക, അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അനിവാര്യമായും വേണ്ട ഒരു ആലോചനയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ അണികൾക്കിടയിലും അല്ലെങ്കിൽ പൊതുവിലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ഫോബിയ, ചിലതിനോടൊക്കെയുള്ളൊരു ഫോബിയ അടിയുറച്ചു പോയത് എന്നവർ ആലോചിക്കട്ടെ. യെസ്, അജിംസി UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേൾക്കുന്ന ഭയങ്കരമുള്ളൊരു വിമർശനങ്ങൾ, തിരുവനന്തപുരത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല, മന്ത്രിമാരുടെ അകത്ത് അല്ലെങ്കിൽ അവരെ കാണുന്നവിടെയൊക്കെ ആൾക്കൂട്ടമാണ്. മുമ്പൊക്കെ ഓഫീസിൻ്റെ അകത്തേക്കൊന്നും ആരെ കയറ്റിവിട്ടില്ലായിരുന്നു ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനും ഗതറിട്ട ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാവുന്ന രീതിയിലുള്ള ഒരു പൊതു പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ അടക്കമുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, CH പറഞ്ഞ കറക്റ്റാണത്. അത് LDF ഭരിക്കുമ്പോൾ UDF ഭരിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അത് തിരുവനന്തപുരത്ത് പോയാൽ നമുക്ക് അറിയാൻ പറ്റും. ഒന്ന്, സെക്രട്ടേറിയറ്റിലേക്ക് നമുക്ക് അപ്രോച്ചബിൾ ആയിരിക്കില്ല. സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ട് സ്ഥാനമായിരിക്കില്ല LDF ഭരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിക്കണം, എനിക്ക് പിണറായി വിജയൻ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ വലിയ പാടാണത്. അതൊന്ന് പോയി കാണണം എന്ന് വിചാരിച്ചാൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടാണ്. അതിനിപ്പോൾ പാർട്ടി സെക്രട്ടറി കത്ത് വേണം, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെ കത്ത് വേണം, അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. അപ്രോച്ചബിൾ അല്ല ഭരണവർഗം. അപ്പോൾ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് നമ്മൾ കാണണം, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലേക്ക് കയറി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയും കാണാൻ പറ്റില്ല. ആ മുറി നിറയെ കതർ ധരിച്ച ആൾക്കാരായിരിക്കും. നമുക്ക് മുഖ്യമന്ത്രി എവിടെയാണെന്ന് നോക്കുമ്പോൾ കുറേ അധികം ആളുടെ നടക്കുന്ന കുനിഞ്ഞതിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ഉമ്മൻചാണ്ടി വീട്ടിൽ പോയി കാണാൻ ഞാൻ പോയിട്ടുണ്ട് ഒരിക്കൽ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എന്താ വള്ളക്കടവോ എന്തോ ഒരു വീടുണ്ടല്ലോ, ഒരു ഓടിട്ട വീടാണ്. എവിടെ? തിരുവനന്തപുരത്ത്? കോട്ടയത്തെ വീട്. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ ആ വീടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു മുറിയിൽ നിന്ന് വേറെ മുറിയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള മുറികളാണ്. എല്ലാ മുറിയിലും ആളുകൾ. ഞാൻ അപ്പോൾ അടുക്കളയിൽ പോയി നോക്കി. അടുക്കളയിൽ ചെന്നപ്പോൾ അടുക്കളയിൽ നിന്ന് ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, കതിട്ട ആൾക്കാർ. അവിടെ സ്വകാര്യത, പ്രൈവസി എന്നൊരു കാര്യമേ ഇല്ല. അപ്പോൾ ഇത് സത്യമാണ്, ഈ പറയുന്നത് കറക്റ്റാണ്. ആളുകൾക്ക് കുറേ കൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് UDF ഭരിക്കുമ്പോൾ ഉള്ളത്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് വെച്ചാൽ അവിടെ ഈ സംഭവങ്ങൾ സംഭവിക്കും. എന്ത് സോളാർ സ്കാം പോലുള്ള സംഭവങ്ങൾ സംഭവിക്കും. ആര് വരുന്നു, ആര് പോകുന്നു, ഈ വന്നവരൊക്കെ എന്ത് ലക്ഷ്യത്തോടെ വരുന്നതാണെന്നും തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. ജാഗ്രതയില്ല, ആ സംഭവങ്ങൾ സംഭവിക്കും. ഇത് ശരിയാണ്, ഈ പറയുന്ന വ്യത്യാസമുണ്ട്. തിരുവനന്തപുരത്തെ ഹോട്ടലുകൾ ബുക്കിംഗ് ആണ്, ശരിയാണത്. ധാരാളം ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. അത് മലബാറിൽ നിന്ന് മാത്രമല്ല, എല്ലായിടത്തും ആളുകൾ വരുന്നുണ്ട്. എല്ലായിടത്തും തിരുവനന്തപുരത്തേക്ക് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളാണല്ലോ, അത് പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ളൊരു വാക്കാണത്. കാരണം വെച്ചാൽ അത് മലബാറല്ല ഉള്ള പ്രശ്നം, മുസ്ലിം ലീഗാണ് പ്രശ്നം, പൊതുമരാമത്ത് വകുപ്പല്ല പ്രശ്നം, PK ബഷീറാണ് പ്രശ്നം. അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അത് മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ സാധനം CPM-കാർക്ക് മാത്രമുള്ള കാര്യമൊന്നുമല്ല, എല്ലാ പാർട്ടിയിലും ഉണ്ട്. മുസ്ലിം ലീഗുകാർക്ക് പോലും ഇസ്ലാമോഫോബിയ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ മനുഷ്യരിലെല്ലാം ഉണ്ട്, എല്ലാ ആളുകളിലും ഇസ്ലാമോഫോബിയ ഉണ്ട്. അത് ഞങ്ങൾ മാത്രം ഇസ്ലാമോഫോബിയ ഇല്ലാത്തവരാണ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത്രമാത്രം ഇസ്ലാമോഫോബിയയിൽ മുങ്ങിയ സമയത്ത് മുസ്ലിങ്ങൾ പോലും ഇസ്ലാമോഫോബിക്കാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ CPM മാത്രമായി അങ്ങനെ ഇസ്ലാമോഫോബിക്കാവുന്നതല്ല. CPM-ൻ്റെ ഒരു പ്രശ്നം, അവർ മുമ്പും ഇത്തരം സ്ട്രാറ്റജികൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അത് EMS-ൻ്റെ കാലത്തുണ്ട്, നയനാരുടെ കാലത്തുണ്ട്, PS അച്യുതാനന്ദൻ്റെ കാലത്തുണ്ട്, പിണറായി വിജയൻ്റെ കാലത്തുണ്ട്. എല്ലാ കാലത്തും അത്തരം സംഭവങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഏതെങ്കിലും സമുദായത്തോടുള്ള അവരുടെ
വർഗീയമായ ആറ്റിറ്റ്യൂഡ് മാത്രം സംഭവിക്കുന്നതല്ല. രാഷ്ട്രീയമായ ചില അടവുനയങ്ങളുടെ ഭാഗമായവർ ചില മുദ്രാവാക്യങ്ങൾ പറയും. പാലക്കാട്ടെ പട്ടന്മാർക്കും എന്താണ് കോഴിക്കോട്ടെ കോയമാർക്കും പാലായിലെ ബിഷപ്പുമാർക്കും അങ്ങനെയൊക്കെ പറഞ്ഞാൽ പാതിരിമാർക്കും പാതിരിമാർക്കും ഇത് കേൾക്കുമ്പോൾ ഓർക്കും ശരിയാണല്ലോ, ഇത് SFIയുടെ മുദ്രാവാക്യമാണ്. ഇത് സ്വാശ്രയ കോളേജുകൾക്കെതിരെ മുദ്രാവാക്യമാണ്. പാലക്കാട്ടെ പട്ടന്മാർക്ക് എവിടെയാണ് സ്വാശ്രയ കോളേജ്? അതൊരു ബാലൻസിന് വേണ്ടി അടിച്ചു തരുന്ന സാധനമാണ്. ലക്ഷ്യം ഇവിടെ ഇത് രണ്ടുമാണ്. കുഞ്ഞുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി കേൾക്കുമ്പോൾ നല്ല പ്രാസമുള്ള സമസ്ത കേരള നായന്മാർക്കെന്ന് കൂടി അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുതരം സോഷ്യൽ എഞ്ചിനീയറിംഗ് പിന്നീട് വിളിക്കപ്പെടുന്ന ഒരു രീതിയാണ്, സാമുദായിക വിഭജന രീതിയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലം ആ കാലമല്ല, 80s 90s അല്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കഴിഞ്ഞൊരു 10 വർഷം CPM-നകത്തുണ്ടായ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പാർട്ടി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ലാതായി. പാർട്ടി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടി ക്ലാസ്സുകളാണ്. നമുക്കറിയാം പാർട്ടി ക്ലാസ്സുകൾ. നമ്മൾ കോവിഡിൻ്റെ സമയത്ത് P. രാജീവിൻ്റെയും ഒക്കെ ചില വീഡിയോകൾ പുറത്തു വന്നിരുന്നു. അതൊന്നും കേട്ട ആർക്കും പാർട്ടി ആളുകൾക്ക് മനസ്സിലാവില്ല, അവർ തന്നെ ചിരിച്ചു തള്ളും. പിന്നെ M. സ്വരാജിനെ പോലുള്ളവരുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ അതൊക്കെ ദഹിക്കുന്നില്ല. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ പാർട്ടി എഡ്യൂക്കേഷൻ അവിടെ നിന്ന് കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. സോഷ്യൽ മീഡിയ എന്താണ്? അത് RSS അടിച്ചു വിടുന്ന കുറേ സാധനങ്ങളാണ്. ഇത് എല്ലാവരും കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിരന്തരം നമ്മൾ പ്രതിപാദിക്കുന്നൊരു ഹേറ്റ് ട്യൂബർ ഉണ്ടല്ലോ, ആ ഹേറ്റ് ട്യൂബറുടെ ചാനൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടുത്തെ റൈറ്റ് വിങ്ങേഴ്സ് മാത്രമാണ് കാണുന്നത്? അങ്ങനെയല്ല, ലെഫ്റ്റിന് വോട്ട് ചെയ്യുന്ന ആളുകളും ധാരാളമായത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് കിട്ടുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസത്താൽ ചാർജ്ഡാണ് ഈ പറയുന്ന ഏരിയ സെക്രട്ടറി മുതൽ ഒരു പരിധി വരെ CPM സംസ്ഥാന സെക്രട്ടറിയിലിരിക്കുന്ന ആൾ വരെ. അതുകൊണ്ടാണ് മലപ്പുറത്തിൻ്റെ മനസ്സ് വർഗീയമാണെന്നൊക്കെ പറയാൻ കഴിയുന്നതും അവിടെ വോട്ട് ചെയ്ത് ജയിച്ചതാരാണെന്ന് സജി ചെറിയാൻ പറയാൻ കഴിയുന്നതൊക്കെ അതുകൊണ്ടാണ്. അവർ കൺസ്യൂം ചെയ്യുന്നത് ഈ പറയുന്ന പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി വരുന്ന കാര്യമാണ് അവരിൽ നിന്ന്. ഇനി ഇത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഈ പറഞ്ഞ പ്രശ്നം കോൺഗ്രസ്സുകാർക്കില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെയുണ്ട്. പക്ഷെ അവിടെ എന്താണ്, അവർ രാഷ്ട്രീയമായ ചില നീക്കുപോക്കുകൾ മുസ്ലിം ലീഗ് കൂടെ ഉള്ളതുകൊണ്ട് അവരൊന്ന് പൊതിഞ്ഞു വയ്ക്കും. അത് മറ്റിടത്ത് അങ്ങനെ പൊതിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഇല്ലാതാക്കണേ എന്ത് ചെയ്യണം? ഒരു അൺലേൺ പരിപാടി കൊണ്ടുവരണം. ഇത്രയും നാൾ 10 വർഷം പഠിച്ച് മുഴുവൻ അൺലേൺ ചെയ്യണം. അത് ചെറിയ പണിയല്ല. പാർട്ടി സംഘടനാ ശരീരത്തെ മുഴുവൻ ഈ പറഞ്ഞിട്ടുള്ള ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം, സോക്കോൾഡ് രാഷ്ട്രീയ വിദ്യാഭ്യാസം അൺലേൺ ചെയ്യുകയും പുതുതായിട്ട് പഠിപ്പിക്കുകയും വേണം. ഇത് ചെറിയ ചലഞ്ചല്ല, പാർട്ടിയെ സംബന്ധിച്ച് വലിയ ചലഞ്ചാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതല്ല നമ്മുടെ പരിപാടി. നമ്മൾ ഫലസ്തീന് വേണ്ടി റാലി നടത്തുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയല്ല, പൗരത്വ പ്രക്ഷോഭം നടത്തുന്നത് ആ വോട്ട് കിട്ടാൻ വേണ്ടിയല്ല. ഇത് നമ്മുടെ പാർട്ടി ലൈനാണ്, നമ്മുടെ രാഷ്ട്രീയ ലൈനാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. മലബാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതസമുദായത്തിൻ്റെതല്ല. അവിടെ നിന്നാണ് കേരളത്തിൻ്റെ ഭൂരിഭാഗം മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുള്ളത്. മലബാറിൽ നിന്നാണ് EMS ഉണ്ടായിട്ടുള്ളത്, പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ളത്. പാർട്ടി അംഗങ്ങളെ പഠിപ്പിക്കണം. മലപ്പുറം ജില്ല രൂപീകരിച്ചത് CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രയത്നഫലമായിട്ടാണ്. EMSൻ്റെ പ്രത്യേകമായ പ്രയത്നഫലമായിട്ടാണ് പാർട്ടി അംഗങ്ങളെ പഠിപ്പിക്കണം. അത് വേറൊരു ഏലിയൻ രാജ്യമല്ല, അല്ലെങ്കിൽ ഒരു ഏലിയൻ ഡിസ്ട്രിക്റ്റ് അല്ല എന്ന് പാർട്ടി അംഗങ്ങളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത് ആദ്യം എവിടെ പഠിപ്പിക്കണം? സെക്രട്ടേറിയറ്റ് പഠിപ്പിക്കണം. എന്നിട്ട് വേണം ലോക്കൽ കമ്മിറ്റിയിലും രാജ്യ കമ്മിറ്റിയിലും പഠിപ്പിക്കാൻ. ഇതാണ് വസ്തുത. യെസ്, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പരാജയത്തെ തുടർന്ന് തങ്ങളുടെ തെറ്റുകൾ തിരുത്തുമെന്ന് CPM ആവർത്തിച്ച് പറയുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരം ഏരിയ സെക്രട്ടറിമാരുടെ പ്രസംഗങ്ങൾ വരുന്ന. ഇത്തരം ഏരിയ സെക്രട്ടറിമാർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കാൻ CPM തയ്യാറാകണം. അതാണ് പറയാനുള്ളത്.